പ്രേം നസീർ അവസരങ്ങൾക്ക് വേണ്ടി നടന്മാരുടെ വീട്ടിൽ കയറിയിറങ്ങിയെന്ന പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ നടൻ ടിനി ടോം. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. ഇത് തീ ചവിട്ടി നിന്നിട്ടുള്ള കളിയാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. കാരണം സിനിമയില്ല, നോ ഇൻഫർമേഷൻ, വിവരമില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു അടൂർ ബാസി സാറിന്റെ അടുത്തൊക്കെ. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് കരഞ്ഞു കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല, ഓർക്കണം. ടിനി ടോം സാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പ്രേം നസീർ എന്ന സൂപ്പർ സ്റ്റാറിനെ, മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിനെ, ഗിന്നസ് ബുക്കിൽ റെക്കോർഡുള്ള പ്രേം നസീറിനെ ഇത്തരത്തിൽ അവഹേളിക്കാൻ മുതിർന്ന താങ്കളുടെ ധൈര്യത്തെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ ആദ്യം അഭിനന്ദിക്കുന്നു. കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്, ഇത് നിന്നെയും കൊണ്ടേ പോകും. ടിനി ടോം പറയുന്നത് പോലെ ഒരു ഗതികേടും സംഭവിച്ചിട്ടില്ല. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച് മുഖം മിനുക്കാൻ മേക്കപ്പ് ഇട്ട് നടക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടില്ല. അടിമുടി സുന്ദരനായ നസീർ സാറിനെ ടിനി ടോമിനെ പോലെ വിഗ്ഗം വെച്ച് നടക്കേണ്ടിയും വന്നിട്ടില്ല. അതുകൊണ്ട് സിനിമയൊന്നും ഇല്ലെങ്കിൽ ദയവായി മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ മിമിക്രിക്കൊക്കെ പോവുക. സമാധാനമായല്ലോ. അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോ മാഡം, എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. അതാരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട്. വളരെ സീക്രട്ട് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ആക്ടറായിട്ട് ഇരുന്നു കൊണ്ടാണ് ടിനി ടോം സംസാരിക്കുന്നത്. അത് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ കേട്ടതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ. അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോളൂ. നല്ല മനുഷ്യരുടെ ഓർമ്മകൾക്ക് കളങ്കം ഉണ്ടാക്കുന്ന രീതിയിൽ അല്പത്തരങ്ങൾ വിളിച്ചു പറയരുത്. മുതലും പലിശ ചേർത്ത് കിട്ടി. ഈ പ്രതിസന്ധി കനകാമ്പനെ തരണം ചെയ്തേ പറ്റൂ. നസീർ സാർ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. അപ്പൊ അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ്? എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അപ്പോ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പൊ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്. അല്ലെ, അതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. അതല്ല, സ്വന്തം തടി കേടാവാതെ നോക്കണം അല്ലേ? പതുക്കെ പറ, എന്തിനു പതുക്കെ കേൾക്കണം? അത് ഞാൻ അന്തരീക്ഷം ആവാഹിച്ചെടുത്തതല്ല, അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. ഇങ്ങനൊന്നും ചെയ്യില്ല, അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. ഇനി ആവർത്തിക്കില്ല. മാപ്പ് മാപ്പ് മാപ്പ്. സത്യം പറഞ്ഞ ഏത് കോടതിയും വെറുതെ വിടും. ഏതായാലും പറ്റിയേ പറ്റി. ഇനി ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി.